പ്രഥമ ശുശ്രൂഷ എന്നീ രംഗങ്ങളാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയാ. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നല്ലത് വരാതിരിക്കാനാണ്. അപ്പോ ആരോഗ്യം എന്താണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്കതിൽ സ്പിരിച്വൽ എന്ന് കൂടി ചേർക്കാം. കാരണം നമ്മുടെ ഒരു ആധ്യാത്മികതയും കൂടി ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ് ഹെൽത്ത്. അപ്പൊ അതിന് കുടുംബത്തിലെ നമുക്ക് സ്ത്രീക്കാണ് അതില് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുക. കുടുംബത്തിന്റെ അടിത്തറ ഒരു സ്ത്രീയാണ്. സ്ത്രീയുടെ കൈ ഭദ്രമായിരിക്കണം. ഭദ്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ സ്ത്രീക്ക് കഴിയും. പക്ഷെ അതോടൊപ്പം സ്വന്തം ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയും. അതുകൊണ്ട് ആദ്യം നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും അതോടുകൂടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ധാരാളം ആരോഗ്യ മാധ്യമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ ധാരാളം വായിച്ചും എല്ലാവരും ഒക്കെ നല്ല ഒരു ആരോഗ്യത്തിനെ കുറിച്ചും ഒക്കെ നല്ല ഒരു ഐഡിയ ഉള്ളവരായിരിക്കും. എന്നാലും ചെറിയ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ആരോഗ്യത്തിന് ആദ്യം വേണ്ടത് ശുചിത്വം. പണ്ടൊക്കെ നേരത്തെ എണീറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് അടുക്കള തേവാരം കൂടി കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയിരുന്ന മുത്തശ്ശിമാരുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോ അതൊന്നും പറ്റില്ല. കാരണം സ്ത്രീകളും ഉദ്യോഗ രംഗങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സമയക്കുറവായി, ടെൻഷനായി, തിരക്കുകളായി. പശുക്കൾക്കും അതൊന്നും സാധ്യമല്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അതെല്ലാം ഒരുപാട് മാറിയതുകൊണ്ട് അതൊന്നും അതുപോലെ പറയാൻ പറ്റില്ല. എന്നാൽ ആദരവോടെ പറയട്ടെ, അന്നത്തെ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഒരു 8ഉം 10ഉം പ്രസവമൊക്കെ കഴിഞ്ഞിട്ടും വയറുപോലെ ഓടി നടക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാവുന്നതാണല്ലോ. അപ്പോ അന്ന് ആ ചിട്ടകളോടുകൂടി ജീവിച്ചുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാം മാറി. കൂട്ടുകുടുംബങ്ങൾ മാറി, അണുകുടുംബങ്ങളായി. അതൊക്കെ വന്നപ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നു. അതുകൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല. എങ്കിലും കുളിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ അടുക്കളയിൽ കയറുന്നതും വൃത്തിയായിട്ട് നടക്കുന്നതും അടുക്കളയും വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെ. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും, കാരണം കൊറോണയൊക്കെ ആണല്ലോ. അപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. അതുപോലെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം. അപ്പൊ വ്യക്തി ശുചിത്വത്തിൽ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ആർത്തവകാലത്ത്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. പണ്ടൊക്കെ തൊടാതെ മാറിയിരിക്കുമായിരുന്നു. അന്നൊക്കെ കൂട്ടുകുടുംബങ്ങളാകുമ്പോൾ അത് സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും അത്രയ്ക്കൊന്നും സാധ്യമല്ല. കാരണം എല്ലാ അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാകും. അപ്പൊ ഇതൊന്നും മാറിയിരിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് പറഞ്ഞതിൽ നമുക്ക് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. മാറിയിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആയിരുന്നു ഒരുപാട് വിശ്രമം സ്ത്രീകൾക്ക് ആവശ്യമുള്ളത്. ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വിശ്രമം വേണം. അതിന് ആയിരുന്നു പണ്ട് അങ്ങനെ ഒരു പറഞ്ഞാൽ ഒരു ശാസ്ത്രീയതയുണ്ട്. റെസ്റ്റ് ആവശ്യമാണ്. അങ്ങനെ റെസ്റ്റ് കിട്ടും എന്നുള്ളതൊരു ശാസ്ത്രീയതയാണ്. അപ്പൊ അത് സാധിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി, എല്ലാം മോഡേൺ ആയി. ഇപ്പൊ എല്ലാവരും സാനിറ്ററി നാപ്കിൻസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറിയിരിക്കുന്നു. പക്ഷെ അതിലും ഒരു ഏറ്റവും വൃത്തിയും ശുദ്ധിയും ആവശ്യമുള്ള ഒരു സമയമാണ് ഈ ആർത്തവ കാലഘട്ടം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ അതിന്റെ സൗകര്യ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു 3 മണിക്കൂറിൽ കൂടുതൽ അണ്ടർ പാഡ്, അതിപ്പോ ക്ലോത്ത് ആയാലും പാഡായാലും, അതിൽ 3 മണിക്കൂർ കൂടുതൽ നേരം ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലരൊക്കെ ഈ എക്കണോമിക് പാക്ക് ആയിട്ടുള്ള വലിയ ഇത് വാങ്ങിക്കും, പാക്കറ്റ് സാനിറ്ററി. അപ്പൊ അതിൽ കുറെ എണ്ണം ഉണ്ടാവും. അപ്പൊ അതിൽ 1 or 2 ഒക്കെ നമ്മൾ ഒരു തവണ എടുത്തിട്ട് കുറെ ബാക്കി നിൽക്കും. അത് അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ അങ്ങനെ മാറ്റി വെക്കുമ്പോ എന്തുണ്ടാവും, ഇത് ശരിക്കും കൃത്യമായിട്ട്
മൂടി വെക്കാൻ പറ്റില്ലാതെ വരുമ്പോ, അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്തൊന്നും വെക്കാൻ പറ്റാത്ത വന്നുമ്പോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ അണുബാധ ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നാപ്കിൻ റാഷസ്, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് അങ്ങനെ ഉപയോഗിക്കരുത്. സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇപ്പോ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ടാമ്പൺസ്, മെൻസ്ട്രൽ കപ്സ്, ഇങ്ങനെയൊക്കെയുള്ള റീയൂസബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആധുനികമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ റീയൂസബിൾ ആകുമ്പോൾ വളരെ സ്റ്റെറിലൈസ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. സ്ത്രീകളുടെ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാന്നുള്ളതാണ് ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും വൃത്തി എന്നുള്ളത് ഏറ്റവും ആ സമയത്ത് ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വ്യക്തി ശുചിത്വം മാത്രം പോരാ, പരിസര ശുചിത്വം മാത്രം പോരാ, വാക്കിൽ വേണം ശുചിത്വം. വാക്കിൽ ശുചിത്വം നമുക്കറിയാലോ, നമ്മൾ നന്നായിട്ട് പറയുക, നന്നായി സംസാരിക്കുക, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രവൃത്തിയിലെ കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ വാക്കില്, പ്രവൃത്തിയില്, മനസ്സില്, ചിന്തകളില് ഒക്കെ ശുചിത്വം, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെ വളരെ വ്യക്തി ശുചിത്വത്തിലും പെട്ടതാണ്. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. SMS എന്ന് പറയും, സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അതൊക്കെ ഇപ്പോഴത്തെ കൊറോണയുടെ ആധുനികതയിൽ വരുന്നതല്ലേ ഇതൊക്കെ. അപ്പൊ അത് നല്ലതാണ്. കാരണം നമ്മള് കൂടുതൽ ഇടപഴകുമ്പോൾ ഇൻഫെക്ഷൻസ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ അതൊക്കെ പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ കൂടി മാനസിക അടുപ്പം കുറയാതെ കാത്തു സൂക്ഷിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ശുചിത്വത്തിനെ കുറിച്ച് ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നല്ല വെറുതെ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ആ ആരോഗ്യത്തിന്റെ ഓരോ ഘടകങ്ങളിലായിട്ടുള്ളതിലൂടെ ഞാൻ പറഞ്ഞു പോവാണ്. രണ്ടാമത് പറയുന്നത് ഹെൽത്തി ഫുഡാണ്. അടുക്കളയിലൂടെയാണ് ആരോഗ്യം വരുന്നത്. ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴിയായി അടുക്കളയിലൂടെ എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ നല്ല ഭക്ഷണം എല്ലാവർക്കും ഒരു വീക്ക്നെസ് അല്ലേ. നല്ല ഭക്ഷണം കിട്ടുന്ന, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിന്റെ മുമ്പിൽ എന്തൊരു ക്യൂ ആയിരിക്കും. അപ്പോ അത് നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്, പുറത്തേക്ക് പോവാതെ, ഹോട്ടലിന് പോവാതെ അവനവന്റെ ഇല്ലത്ത് തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയോജനപ്രദം. അപ്പൊ അതൊക്കെ ഒഴിവാക്കി കിട്ടാം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആ ഭക്ഷണത്തിനെ കുറിച്ച് പറയാനുണ്ടെന്നാൽ ആദ്യം ഞാൻ അതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് പറയണത്. ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡ്, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻസ്റ്റന്റ് ഫുഡ്, അല്ല ജങ്ക് ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ ടേസ്റ്റ് മേക്കേഴ്സും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം നമ്മളെ ഹരം പിടിപ്പിക്കുന്നതാണ്. നമുക്കതിന്റെ പുറകെ പോയാൽ നമ്മൾ അഡിക്റ്റഡ് ആവണാണ്. ഇതെല്ലാം അത് നല്ലതല്ല എന്ന് അറിഞ്ഞാലും വീണ്ടും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി പറയാം, ഓർമ്മിപ്പിക്കാം, അത് നല്ലതല്ല ആരോഗ്യത്തിന്. തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ പല പല അസുഖങ്ങളും വന്നുപെടും. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ചോദിക്കാം, ഇപ്പോ നമുക്ക് കിട്ടുന്ന പച്ചക്കറികള് ഒക്കെ നല്ലതാണോ? വിഷമുള്ളതല്ലേ, കീടനാശിനികൾ അടിച്ചല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അതേ കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു മാർഗ്ഗം നമ്മൾ തന്നെ സ്വയം പര്യാപ്തരാവുക. ആ കാര്യത്തിൽ നമുക്ക് പണ്ടൊരു പടം ഉണ്ടായിരുന്നില്ലേ, ഹൗ ഓൾഡ് ആർ യു? ടെറസ് ഫാമിംഗ്, അങ്ങനെ കുറെ കൃഷിയൊക്കെ നടത്തി കുറെ ആൾക്കാർ അതിൽ പ്രചോദിതരായിരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോഴോ എല്ലാവരും സ്വയം പര്യാപ്തതയിലേക്ക് വന്നു. അവനവന്റെ വീട്ടില് ഫുഡും പച്ചക്കറികളും എല്ലാം നട്ട് നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങി. അത് കൊറോണ തന്ന ഒരു ഗുണമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കൊറോണ ഒരുപാട് ദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവരും അവനവന്റെ ഇല്ലത്തെ പച്ചക്കറികളും എല്ലാം നട്ട് വളർത്തി അവനവന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ല കാര്യം. അപ്പൊ അത് കൊറോണ എല്ലാം ചെയ്ത് മോശമെന്ന് പറയാൻ ഇത് നമുക്കൊരു ഗുണമാണ്. അപ്പോ അത് മാത്രമല്ല, അതുപോലെ തന്നെ സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ, കുട്ടികളും എല്ലാവരും, കുടുംബത്തിലെ എല്ലാവരും തന്നെ പുതിയ പുതിയ ശീലങ്ങളിലേക്ക് വന്നു. വളർത്തു മൃഗങ്ങളെ, മീൻ വളർത്തല്, പൂന്തോട്ടം ഉണ്ടാക്കല്, പിന്നെ കോഴി, അങ്ങനെ കുറെ ഫാമിംഗ്, പല രീതിയിലുള്ള എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് ആദായം ഉണ്ടാക്കാനും സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതുമാത്രമല്ല, അടുക്കളയിലാണെങ്കിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളല്ലായിരുന്നു. എല്ലാവരും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുക, നല്ല രുചികരമായിട്ട് ഒന്നുകൂടി പരീക്ഷിച്ച് ഉണ്ടാക്കാൻ നോക്കുക. അതൊക്കെ നമ്മള് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ്. അതും
കൊറോണ നമുക്ക് തന്ന ഒരു ഗുണമാണ്. അപ്പം ഒരുപാട് കുടുംബങ്ങളിൽ എല്ലാവരും തന്നെ പുറത്തു പോകാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പുതിയ പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിച്ച് എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിക്കാനും സാധിച്ചുള്ളതും അതും ഈ കൊറോണയുടെ ഒരു ഗുണമായിരുന്നു കേട്ടോ. അതെല്ലാം പറയാൻ പറ്റില്ല. എന്നാലും അതൊരു ഭക്ഷണശീലങ്ങളില് നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണ ഒരു നല്ലൊരു അവസാനം ഞാൻ സമയം ഉണ്ടെങ്കിൽ പുതിയ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒരു പേനയും പേപ്പറൊക്കെ എല്ലാവരും ഇരുന്നാൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടേതായിട്ട് വിപണി ഉണ്ടാക്കാനും ഓരോ സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കാനും കുറെ ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നമ്മുടേതായ വിഭവങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. അവയെ കൊറോണ പോയാലും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് എന്റെ വിഷയമല്ല, യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഹെൽത്തി ഫുഡ്, പോഷക സമ്പുഷ്ടമായ ഭക്ഷണം, അത് ബ്രാഹ്മണരുടെ ഭക്ഷണം അങ്ങനെയാണല്ലോ. ഇലക്കറികളും പച്ചക്കറികളും എല്ലാം ആണ് നമുക്കുള്ളത്. അല്ലാതെ മറ്റുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം അതിലെല്ലാം ഉണ്ട്. ഇലക്കറികളിലും പച്ചക്കറികളിലുമുള്ള വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉള്ളത് ധാരാളം ഉള്ളത് ഇലക്കറികളിലും പച്ചക്കറികളിലുമാണ്. പിന്നെ പ്രോട്ടീന് വേണ്ടി നമുക്ക് ധാന്യങ്ങളായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, കടല, നട്ട്സ്, ഇങ്ങനെ ഉള്ള സാധനങ്ങളുണ്ട്. പിന്നെയോ നമ്മളുടെ തൈര്, നെയ്യ്, മോര് ഒക്കെ അതെല്ലാം തന്നെ പ്രോട്ടീൻ ഉണ്ട് അതിലൊക്കെ. അപ്പൊ നമുക്ക് ശരിക്കും പോഷകാഹാരം എന്നുള്ളതിൽ എല്ലാം തികഞ്ഞതെല്ലാം ഉണ്ട്. പിന്നെ കുറച്ചുകൂടി എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഈ കടല, പയറ് വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുളപ്പിച്ച് ഉപയോഗിക്കാം. മുളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാളും ഇരട്ടി അതിന് പോഷകാംശം ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല കടലയോ അങ്ങനെയുള്ളൊക്കെ മുളപ്പിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ചില ആൾക്കാർക്ക് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ കഴിയും മുളപ്പിച്ച് കഴിഞ്ഞാൽ. സൗണ്ട് കുറവാണ്, സൗണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അങ്ങനെ നമുക്ക് പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ള പോഷക നിറഞ്ഞിട്ടുള്ള എല്ലാ ഭക്ഷണവും നമുക്കുണ്ട്. അപ്പൊ ഹെൽത്തി ഫുഡ് നമുക്ക് ഉണ്ട്. അപ്പോ അത് നമ്മള് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്റെ രണ്ടാമത്തെ ഇതാണ്. പക്ഷെ നല്ല ഭക്ഷണം ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ. അത് സമയത്തിന് കഴിക്കണം. സമയത്തിന് കഴിക്കുക പറഞ്ഞാൽ ഒരു ചിട്ട വേണം ഭക്ഷണ കാര്യങ്ങളെല്ലാം. ചില ആൾക്കാരുണ്ട് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കും ഉച്ചത്തെ ഭക്ഷണവും സന്ധ്യ ആകുമ്പോഴും ഒക്കെ കഴിക്കുക. അപ്പൊ ഒരു റെഗുലർ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു റിഥമുണ്ട്, ഒരു ചിട്ടയുണ്ട്. പൂക്കൾ വിരിയണേനോ, പക്ഷികൾ ഉണരണേനോ, അല്ലെങ്കിൽ ചേക്കേറുന്നതിനോ എല്ലാം പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഒരു ചിട്ടയിലാണ് പോകുന്നത്. ചിട്ടയില്ലാത്ത വേണമെങ്കിൽ പറയാൻ മനുഷ്യരേ ഉള്ളൂ. ശരിക്കും പണ്ട് പറയുന്നത് വെളുക്കുമ്പം ഉണരണം എന്നൊക്കെ അല്ലേ പറയാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരണം എന്നൊക്കെ പറയും. ഇപ്പൊ അതൊന്നും ഇല്ല. രാത്രി കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ചിട്ടയില് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ആ റിഥം കീപ്പ് ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യം വളരെ കൃത്യമായിട്ട് ഇരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോ ഭക്ഷണം, നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണം ഉണ്ടായാൽ മാത്രം പോരാ, അത് ചിട്ടയായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കണം. ഇല്ലെങ്കിൽ അസിഡിറ്റി, അൾസർ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാവാൻ കാരണമാണ്. അപ്പൊ അത് നമ്മൾ വരുത്തി വെക്കുന്ന അസുഖമാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ചിട്ട ആവശ്യമാണ്, ഭക്ഷണ ചിട്ട ആവശ്യം. പിന്നെ വ്യായാമത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വീട്ടുജോലി, ചിലരൊക്കെ ചോദിക്കും വീട്ടുജോലികളൊക്കെ ചെയ്യുന്നില്ലേ പിന്നെന്തിനാ വ്യായാമം? അങ്ങനെയല്ല. ഈ നിത്യതൊഴിലഭ്യാസം എന്ന് പറയുന്ന പോലെ വീട്ടുജോലി ചെയ്യുകയാണെങ്കിൽ കൂടി ഒരല്പം വ്യായാമം ചെയ്താൽ, നമ്മൾ മൊബൈലില് റീചാർജ് ചെയ്യുന്ന പോലെ നമുക്കൊരു റീചാർജിങ് ഇഫക്റ്റ് ഉണ്ടാവും. നല്ല ഒരു ഉണർവും ആരോഗ്യവും നമുക്കുണ്ടാവും. അപ്പോ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. അത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. വല്ലപ്പോഴും അല്ല വ്യായാമം ചെയ്യേണ്ടത്, റെഗുലർ എക്സസൈസ് എന്നാ പറയാ. അപ്പൊ വ്യായാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ആക്റ്റീവ് എക്സസൈസ്, പാസീവ് എക്സസൈസ്. ആക്റ്റീവ് പറഞ്ഞാല് അതില് മൂവിങ് ടൈപ്പ് എന്ന് പറയും. അതായത് നടപ്പ്, സ്റ്റെപ്പ് കയറ്, സൈക്ലിങ്, ജോഗിങ്, സ്വിമ്മിങ്, പിന്നെ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ അങ്ങനെയുള്ള കുറെ കളികൾ, അതൊക്കെ ആ ഒരു എക്സസൈസിന്റെ വ്യായാമത്തിന്റെ ഇതിൽ പെടും. നമുക്ക് ഇതിലെല്ലാം തന്നെ ആക്റ്റീവ് എക്സസൈസിലാണുള്ളതാണ്. രണ്ടാമത്തത് വേറൊരു ടൈപ്പ് ഉണ്ട്, സ്ട്രെങ്തനിങ് ടൈപ്പ് എന്ന് പറയും. സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ പുഷപ്പ്, വെയിറ്റ് ലിഫ്റ്റിങ്, ഇതെല്ലാം സ്ട്രെങ്തനിങ് ടൈപ്പ് ആണ്. അപ്പൊ അതായത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള. പിന്നെ ഉള്ളത് പാസീവ്, അത് ഫ്ലെക്സിബിലിറ്റി ടൈപ്സ് എന്ന് പറയും. അതായത് സ്ട്രെച്ചിങ് എന്ന് പറയും, യോഗ, അതൊരു നല്ല വ്യായാമ രീതിയാണ് എക്സസൈസിൽ. അപ്പൊ പ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ വ്യായാമം സെലക്ട് ചെയ്യുന്നത്.
രണ്ട് തന്നെ ആയാലും റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലത്. അതിനുള്ള വേറെ ഗുണങ്ങളുണ്ട്. ഹാർട്ട്, പിന്നെ ശ്വാസകോശങ്ങള് ഇതിന്റെയൊക്കെ പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, മെച്ചപ്പെടുത്താൻ പറ്റും. പിന്നെ BP, അതായത് പ്രഷർ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, പ്രമേഹം ഇതിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സാധാരണ ഞങ്ങളൊക്കെ പറയാറുള്ളതാണ്, ഏത് പ്രമേഹമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ നന്നായിട്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം, ഒന്ന് നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതെല്ലാം ചെയ്യണം. പിന്നെ ശരീരഭാരം നിയന്ത്രിക്കാം, എല്ലുകളുടെ മസിലിന്റെ ബലം വർദ്ധിപ്പിക്കാം, നല്ല ഉറക്കം കിട്ടും. പിന്നെ അമിത ഭാരമുള്ളവർ, ഭയങ്കര വണ്ണമുള്ള ആൾക്കാരുടെ അമിത ഭാരം നിയന്ത്രിക്കാം, കുടവയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം. ഇങ്ങനെ സ്ത്രീകൾക്ക് ശരീര വടിവ് നിലനിർത്താം. അപ്പൊ യോഗയിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് ശരീര വടിവ് നിലനിർത്താൻ വേണ്ടി പ്രത്യേകിച്ച് ചില യോഗാസനങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം, നോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. യോഗ ഫോർ ഫിറ്റിംഗ്, അതായത് ശരീര വടിവിനായിട്ടുള്ളത് ചെറുതായിട്ട് പറഞ്ഞു പോവാം. അനന്താസനം, ധനുരാസനം, സർവാംഗാസനം, ശശാസനം, മത്സ്യാസനം, പാദഹസ്താസനം, പവനമുക്താസനം, ഹലാസനം, യോഗമുദ്ര, ബദ്ധകോണാസനം, ബാണാസനം, വിപരീത ത്രികോണാസനം, പശ്ചിമോത്താനാസനം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ ഇത്രയും പോസുകൾ ശരീര വടിവ് സ്ത്രീകൾക്ക് നിലനിർത്താൻ ഏറ്റവും നല്ലതാണ്. ഇതില് ചില പോസുകൾ ചെയ്താൽ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമേ ഇല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല മെഴുവും പിന്നെ ഉണർവും എല്ലാം ഉണ്ടാവും, ഭംഗിയും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ യോഗ എക്സസൈസ് കൊണ്ട്, വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താം. പിന്നെ ഇതുപോലെ ശരീര വടിവ് നിലനിർത്താൻ പറ്റും സ്ത്രീകൾക്ക്. കാരണം ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീര വടിവ് പോയി വണ്ണം വെച്ചു അങ്ങനെയൊക്കെ വരും. അതൊക്കെ ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ് യോഗ എക്സസൈസ്. അതിൽ ഞാൻ കുറച്ച് മാത്രം പറഞ്ഞു. പിന്നെ ശരീരത്തിന് മാത്രം പോരാ, മനസ്സിനും വേണം വ്യായാമം. മനസ്സിന്റെ വ്യായാമം എന്തൊക്കെയാ? അത് പ്രാണായാമം, ധ്യാനം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ? ടെൻഷൻ കുറയുന്നു, ദേഷ്യം, നിരാശ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. മനസ്സ് ശാന്തമാക്കാം, അതുപോലെ ഏകാഗ്രത വർദ്ധിപ്പിക്കാം, ഓർമ്മ വർദ്ധിപ്പിക്കാം. ഇതെല്ലാം അതുകൊണ്ട് വ്യായാമം, പ്രാണായാമം, ധ്യാനം പോലെയുള്ള എക്സസൈസ് കൊണ്ട് കിട്ടുന്നതാണ്. പ്രാണായാമം നമ്മളിപ്പോ TV-യിലെ കാണാറുണ്ടാവും, മറ്റേ ബാബ രാംദേവിന്റെ ഒക്കെ അനുലോമ വിലോമ എന്നൊക്കെ പറഞ്ഞ കുറെ പ്രാണായാമങ്ങൾ കാണാറുണ്ട്, ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. അത് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ നമുക്കത് ആവശ്യമാണ്. പിന്നെ വേറെ ഒന്ന് വിനോദം, വിശ്രമം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് ആരോഗ്യം നിലനിർത്താൻ. മനസ്സിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യം. മനസ്സിന്റെ ആരോഗ്യത്തിനെ കുറിച്ച് പറയാനുള്ളത് കുറേയേറെ പറയാനുണ്ട്, പക്ഷെ അതൊന്നും പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മളുടെ വിനോദത്തിനായിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോ TV മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പഞ്ഞോല ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് വിനോദത്തിന്. പക്ഷെ വിനോദം അത് മാത്രമല്ല, വിനോദവും വ്യായാമവും ചേർന്നുള്ളതുണ്ട്. അത് നമുക്ക് കളികളാണ്. അത് നമുക്ക് എന്താണ്, ഔട്ട്ഡോർ കളികളാണ്. ഇപ്പൊ നമ്മള് വ്യായാമം ചെയ്യാതെ നമ്മൾ മീഡിയാസിന്റെ മുമ്പിൽ മാത്രം ഇരുന്ന് ഇപ്പൊ TV കണ്ടിട്ടില്ല, മൊബൈൽ കണ്ടിട്ടില്ല, അങ്ങനെ ഇരുന്ന് കാണുന്നവർക്കാവുമ്പോൾ അതിനൊരു അഡിക്ഷൻ വരും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്കും നമ്മൾ മൊബൈൽ കൊടുക്കുകയേ ചെയ്യരുത്. കാരണം അത് അവരെ ഒരുപാട് അതിലേക്ക് അഡിക്റ്റഡ് ആവും. അവർക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് ഉള്ളവർക്ക് വേണം, ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഉള്ളവർക്ക് മാത്രം കൊടുക്കുക. അത് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു വെക്കുക. കാരണം കുട്ടികൾക്ക് അതിൽ പല പ്രശ്നങ്ങളും വന്ന് പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഒരു കാരണവശാലും മൊബൈലിൽ അഡിക്റ്റ് ആവാതെ നോക്കുക എന്നുള്ളത് മുതിർന്നവരുടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അപ്പൊ അതിലൊന്നും, പക്ഷെ ആ വിനോദത്തിലൊന്നും നമുക്കൊരു വ്യായാമം ഇല്ല. പക്ഷെ ഔട്ട്ഡോർ പ്ലേയിങ്, പുറത്തുള്ള കളികള്, ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെയുള്ള കളികൾ, അല്ലാതെ ഇഷ്ടം പോലെ കബഡി, അങ്ങനെ ഒരുപാട് കളികളുണ്ടല്ലോ, അതിലെല്ലാം തന്നെ അതെല്ലാം വിനോദമാണ്. അതിന്റെ കൂടെ അതില് വ്യായാമവും ഉണ്ട്. അപ്പൊ ഔട്ട്ഡോർ പ്ലേയിങ്ങിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ക്ലാസ് കഴിഞ്ഞു എപ്പോഴും TV-യുടെ മുമ്പിൽ ഇരിക്കാൻ സമ്മതിക്കാതെ പുറത്ത് കളിക്കാൻ വിടണം. നമ്മൾ തന്നെയാണ് കൂടുതൽ നേരം അങ്ങനെ
ടിവിയുടെ അല്ലെങ്കിൽ മൊബൈലിലോ അഡിക്റ്റഡ് ആവാതെ സൂക്ഷിക്കാൻ നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കാര്യം നമ്മളെ നിയന്ത്രിച്ചാൽ അത് അപകടം പറ്റിയിരിക്കും. അത് പ്രത്യേകം ഓർക്കുക. പിന്നെ വിശ്രമം എന്ന് പറഞ്ഞാൽ വിശ്രമം ഇല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കും. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും വിശ്രമം കിട്ടുന്ന ഒരേ ഒരു കാര്യമാണ് ഉറക്കം. ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ രണ്ടും കിട്ടുന്നത്. സ്കൂൾ കുട്ടികളോടൊക്കെ പറയും പകലൊക്കെ നന്നായി പഠിച്ചതിന്റെ ഒക്കെ മുഴുവൻ രജിസ്റ്റർ ചെയ്യണത് രാത്രി ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം കുട്ടികള്. പിന്നെ ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ് ഉറങ്ങുന്നതിന്റെ സമയം. അത് പറയാനാണെങ്കിൽ അതും ഉണ്ട് കുറെ പറയാൻ. അപ്പൊ അതിലേക്കൊന്നുമുണ്ട്, പ്രായത്തിനനുസരിച്ച് ഉറക്കം ആവശ്യം. പിന്നെ ഉറക്കം നൽകുന്ന ഭക്ഷണങ്ങളുണ്ട്, ധാരാളം നിദ്രാദായകങ്ങളായിട്ടുള്ള ഭക്ഷണമുണ്ട്. രാത്രി പാല് കുടിച്ചുറങ്ങിയാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് പറയും. അതുപോലെ തന്നെ ബദാം, നട്ട്സ്, ഫ്ലാക്സ് സീഡ്, പഴങ്ങള്, ഓട്സ്, ഇങ്ങനെ പല ഇതുമുണ്ട്. അതെല്ലാം തന്നെ നിദ്രാദായകങ്ങളാണെന്ന് പറഞ്ഞാൽ ഉറക്കം വരുത്താൻ സഹായിക്കുന്നതാണ്. അത് കഴിച്ചു കിടന്നാൽ നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ചിലര് പെട്ടെന്ന് ചാടി കിടന്നങ്ങ് ഉറങ്ങും. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ചാടി എണീക്കും. അത് രണ്ടും അപകടമാണ്. അത് വരാതിരിക്കാൻ പണ്ടുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കാൻ പറയും. അതുപോലെ ചാടി എണീക്കാതെ എണീറ്റ ഉടനെ അല്പം നേരം ഇരുന്ന് കൈ നോക്കി പ്രാർത്ഥിച്ച് മന്ത്രമൊക്കെ ചൊല്ലി എണീക്കാൻ പറയാറുണ്ട്. അതിന്റെ രണ്ടിന്റെയും കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇയർ ബാലൻസിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സംഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടാവാം. ഇത് രണ്ടും ഒഴിവാക്കാനാണ് പണ്ട് അത് അങ്ങനെ ഒരു സംവിധാനം ചെയ്ത് വെച്ചിരുന്നത്. അത് വളരെ നല്ലതാണ്. അപ്പൊ അതും അതിലൊരു പ്രാർത്ഥനയായി, നമ്മളുടെ ബാലൻസിങ്ങുമായി. ഉറക്കമില്ലായ്മ അതൊരു പ്രശ്നമാണ്. ഒരുപാട് രോഗങ്ങൾക്ക് അതൊരു കാരണമാകും. ഓർമ്മക്കുറവ്, ഇപ്പോഴുള്ള അൽഷിമേഴ്സ്, അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉറക്കക്കുറവ് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് സുഖനിദ്ര അല്ലെങ്കിൽ ശുഭനിദ്ര ആവശ്യം തന്നെ. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിനെ കുറിച്ച് വരുമ്പോൾ 2 ഘട്ടങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ആർത്തവകാലത്തെ പ്രശ്നങ്ങൾ, അതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ടീനേജ് മുതല് പ്രായം ഒരു പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഡെലിവറിക്ക് വരെയുള്ള ആ ഒരു കാലഘട്ടത്തില് പലർക്കും PCOD എന്നൊരു പ്രശ്നം, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിന് ആദ്യം പറയുന്ന ചികിത്സ വ്യായാമമാണ്. റെഗുലർ എക്സസൈസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വ്യായാമം ചെയ്യണം. പിന്നെ അതിനോട് കൂടെയുള്ള മെഡിക്കേഷനും മരുന്നുകൾ കഴിക്കാനും പറയണം. അപ്പൊ അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യം ആ സമയത്ത് ഒരുപാട് മൂഡ് വേരിയേഷൻ വരും. അതായത് നമുക്ക് ഓരോ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട്, സങ്കടം വരുന്നവരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്തൊരു ഘട്ടം പറയുന്നത് മെനപ്പോസ് ആണ്. മെനപ്പോസ് ആണ് ആർത്തവ വിരാമം. അപ്പൊ ആ സമയത്തും ഇതുപോലെ നമ്മുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതിന്റെ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ആണ് നമ്മുടെ ഈ ഇതിന് കാരണമാക്കുന്നത്. അപ്പോ ആർത്തവ വിരാമത്തോടു കൂടി ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോഴോ നമുക്ക് ശരീരത്തിൽ കാൽസ്യം റിറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ കൂടി സഹായത്തോടെ. അപ്പൊ ഈ ഈസ്ട്രജൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽസ്യം റിട്ടൻഷൻ, അതിനെ നിലനിർത്തുന്ന കുറയും. അപ്പൊ എന്ത് ചെയ്യും, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ ദ്രവിക്കുക, ബലക്ഷയം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നടുവേദന, മുട്ടുവേദന പ്രശ്നങ്ങളൊക്കെ അതിനെ തുടർന്നാണ് വർദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയം വളരെ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങളാണ്. ഒരു 45-50 ഉള്ള കാലഘട്ടങ്ങളിലാണ് സാധാരണ ആർത്തവവിരാമം ഉണ്ടാവുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും, പെട്ടെന്ന് ഉഷ്ണവും പരവേശവും ഉണ്ടാവുക, ശരീരം വേർക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ടെൻഷൻ ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരും, അകാരണമായിട്ട് നമുക്ക് നിരാശ തോന്നും. അങ്ങനെ ഒരുപാട് പെട്ടെന്ന് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ലാത്ത ഒരുപാട്, ശരീരം ഭയങ്കര ഉഷ്ണം, ചൂട്, അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമുക്ക് ആ അതായത് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകളുടെ ബലം അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്കാനുകളൊക്കെ ഉണ്ട്. ബോൺ ഡെൻസിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഡെക്സ സ്കാൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ളവർക്ക് അതൊക്കെ നോക്കി വേണ്ട രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു സ്ത്രീയുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സ്ത്രീകൾക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടി ഉണ്ട്, അതായത് പ്രഥമ ശുശ്രൂഷ പറയും. പ്രഥമ ശുശ്രൂഷ ഒരുമാതിരി എല്ലാ സ്ത്രീകൾക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ചെറുതായിട്ട് വയറിളക്കം ആകുമ്പോൾ നമ്മൾ പാനീയ ചികിത്സയാണ് ഏറ്റവും നമ്മുടെ ഇല്ലത്ത് ചെയ്യാവുന്നത് ഏറ്റവും നല്ല കാര്യം. എവിടെയാണെങ്കിലും
ORS അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. പൊള്ളൽ വരുമ്പോഴത്തേന് ചിലർക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും. വയറുവേദനയ്ക്ക് ജാതിക്ക, അയമോദകം, പിന്നെ ചുക്ക്, പിന്നെ ഒരു കൂട്ടുണ്ട് ഇഞ്ചി, കുരുമുളക് നന്നായിട്ട് പൊടിച്ച് ചതച്ചിട്ട് അതില് ചെറുനാരങ്ങ നീര് ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അത് വയറുവേദന വരുമ്പോൾ, ദഹനക്കേട് വരുമ്പോൾ കുടിക്കാൻ കൊടുത്താൽ 1 or 2 തവണ കഴിക്കുമ്പോഴേക്കും തന്നെ വയറുവേദന മാറിയിരിക്കും. അതൊരു നല്ല പ്രയോഗമാണ്. ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാലോ, തുളസിയില, പനിക്കൂർക്കലൊക്കെ ഇട്ട് ആവി വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതും വളരെ നമുക്ക് ഇല്ലത്ത് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോ അതൊക്കെയാണ് പൊതുവെ ആരോഗ്യങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾ കോട്ടയം ജില്ലയില് പ്രണീത എന്നൊരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. അതില് പ്രീ മാരേജ് കൗൺസിലിംഗ് ആണ് ഞങ്ങളിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മാത്രമല്ല, പാരന്റിങ്, പോസ്റ്റ് മാരേജ് കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം അതില് സാധാരണ 18 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്ക് അത്തരം ഒരു കോഴ്സ് നിർബന്ധമായിട്ടും പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം മറ്റ് മതസ്ഥരായിട്ടുള്ള പോകുന്നതും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ, കാരണം അത് അറിവില്ലായ്മ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിക്കുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല, ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ്, കോച്ചിങ്. പക്ഷെ നമ്മുടെ ഒരു നല്ല ജീവിതത്തിന്, സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിന്, നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് മാത്രം എവിടെയും കോച്ചിങ് ഇല്ല, കോഴ്സുകളില്ല, ക്ലാസ്സുകളില്ല. അപ്പൊ അത്തരം ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഞങ്ങൾ അന്ന് ആരംഭിച്ചത്. അത് വളരെ സക്സസ് ആയിട്ട് നടന്നു പോവായിരുന്നു. ഇടയ്ക്ക് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതെല്ലാം അങ്ങ് ഇല്ലാതായി പോയി, അല്ല അതങ്ങ് മന്ദഗതിയിലായിരിക്കും. പക്ഷെ എനിക്കത് പറയാൻ വളരെ ഇതായിട്ട് ഞാൻ എല്ലാ അമ്മമാരോടും പെൺകുട്ടികളോടും ഞാൻ നിഷ്കർഷിക്കുകയാണ്. കാര്യം അതൊരു നല്ല കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഓരോ പ്രശ്നങ്ങൾ വന്ന് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ പലർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത, ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയില്ലാത്ത, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ പല കേസസും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിലാണ് ഞങ്ങൾ അതിനു വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനത് വളരെ നിഷ്കർഷയായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഉണ്ട്. സന്തുഷ്ട കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം വേണ്ട ഒരു ടീം തന്നെ, പ്രണീത ടീം തന്നെയുണ്ട്. കഴിഞ്ഞ ക്ലാസ് എടുത്ത സാവിത്രി നീലകണ്ഠ അതിലുണ്ടായിരുന്നു. ഇനിയും ഞങ്ങളുടെ എല്ലാ ടീമുള്ള ഒരു ക്ലാസ് എടുക്കാൻ വരും. പിന്നെ ഇനി ചില പൊടിക്കൈകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇല്ലത്ത് സൂക്ഷിച്ചു വെക്കേണ്ട, കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് സിറ്റിയിലായാലും ഫ്ലാറ്റിലായാലും ഇല്ലം തന്നെ, നമ്മുടെ ഇല്ലം തന്നെ. അപ്പൊ അവിടെ എന്തൊക്കെ വേണം? ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുളസി ഉണ്ടാവാം, പനിക്കൂർക്കള നട്ടുപിടിപ്പിക്കും. അതായത് പറമ്പൊക്കെ ഉള്ളവർക്ക് എളുപ്പമുണ്ട്, ഫ്ലാറ്റിലുള്ളവർക്ക് ഗ്രോ ബാഗുകളിലും മറ്റും വെച്ച് നമുക്കത് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ അതുപോലെ കരിവേപ്പില എല്ലായിടത്തും ഉണ്ടാകുമല്ലോ. പച്ചമഞ്ഞൾ ഉണ്ടായാൽ നന്നായി, കാരണം പല കാര്യങ്ങൾക്കും പച്ചമഞ്ഞൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ജാതിപത്രിക, ഗ്രാമ്പു, പല്ലുവേദന, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജാതിപത്രിക നേരത്തെ പറഞ്ഞു, വയറുവേദന ഉണ്ടാകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അത് മോരില് കലക്കി കൊടുക്കാം. പിന്നെ ഗ്രാമ്പു പല്ലുവേദനയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ വയൽച്ചെവിയൻ അല്ലെങ്കിൽ ഉരിച്ചെവിയൻ എന്ന് പറയും. അതായത് ഓരോ ദേശത്ത് ഓരോ ഇതാണ് പറയുന്നത്. നമ്മുടെ ഇതിലുള്ളതാണ്, ദശപുഷ്പത്തിൽ പെട്ടാണല്ലോ. അത് ടോൺസിലൈറ്റിസിന് വളരെ നല്ലതാണ്. അതായത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ഒക്കെ ചെയ്യാം. എണ്ണ കാച്ചി ഉപയോഗിക്കാം. പിന്നെ അല്പം മുറിവെണ്ണ, കുറച്ച് വില്ലുവാളി തൂളുക, അത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. പിന്നെ അഷ്ടയോർണം, അതൊക്കെ സർവ്വസാധാരണ എല്ലാ ഗ്രഹങ്ങളിലും ഒരു പൊതുവായിട്ട് പറയുന്ന കാര്യമാണ് അതൊക്കെ. പിന്നെ വേറൊരു കാര്യം, തൊട്ടാവാടി കൊണ്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാം ത്വക്ക് രോഗങ്ങൾക്ക്. പിന്നെ കുരുമുളക്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മളുടെ ഇല്ലത്ത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കുക, അതായത് സൂക്ഷിച്ചു വെക്കണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഉടനെ ഓടിപ്പോയി ആസ്പത്രിയിൽ പോയിട്ട് മരുന്ന് കഴിക്കുക, ഗുളിക കഴിക്കുക ചെയ്തല്ലാതെ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് അതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അത് നമുക്കത് പ്രയോജനപ്പെടുത്താം. അതുമെല്ലാം സൂക്ഷിച്ചു വെക്കണം. പിന്നെ
സമയം ഉണ്ടോ എന്തോ അറിയില്ല. ഞാനൊരു റെസിപ്പി പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു. എന്താണ് ടൈമിനെ കുറിച്ചൊരു ചോദിക്കാനാണെങ്കിൽ തീർച്ചയായും. അത് അതിന്റെ സമയം ഞാൻ സമയമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഈ റെസിപ്പി കൂടി പറഞ്ഞിട്ട് ആ ടൈമിലേക്ക് കിടക്കാം. എങ്ങനെയാ വേണ്ടത്? പറയാം. നമ്മളെല്ലാരും തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, മെറിൻഡ, പിന്നെ കൊക്കോകോള, അത് ഇത് അങ്ങനെ കുറെ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നവരാണ് ധാരാളം ആൾക്കാർ. അപ്പൊ ഞാൻ നല്ലൊരു പേനയും പേപ്പർ എടുത്താൽ നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. ചെറിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് നമ്മളുടെ ഇല്ല തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പറഞ്ഞത് വേണ്ട സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി നോക്കിയത് നമുക്കൊരു ബീറ്റ്റൂട്ട് കൊണ്ടാണ്. അത് പല കാര്യങ്ങളോടും ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് 1 കിലോ, പഞ്ചസാര 2 കിലോ, ചെറുനാരങ്ങ 1 കിലോ. ഇതിപ്പോ കുറച്ച് വലിയ ലാർജ് സ്കെയിൽ ഉണ്ടാക്കിയതാ. അപ്പൊ ചെറിയതായിട്ടാണെങ്കിൽ 1/2 കിലോ 1 കിലോ 1/2 കിലോ ആ രീതിയിലാക്കാം. നമ്മളുടെ ഇതനുസരിച്ച് എത്ര ഉണ്ടാക്കണം എന്നനുസരിച്ച്. അപ്പൊ ഞാൻ 1 കിലോയുടെ ഒരു റെസിപ്പിയാണ് പറയുന്നത്. അപ്പൊ 1 കിലോ നല്ല വലിയ നിറമുള്ള ബീറ്റ്റൂട്ട് എടുക്കുക. അത് നമ്മൾ സ്ക്രേപ്പർ വെച്ച് ഗ്രേറ്റ് ചെയ്യുക, അല്ലെ എന്നിട്ട് മിക്സിയിൽ അടിച്ച് അതിന്റെ നീരെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ നീരെടുക്കാം. അത് മാറ്റി വെക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. പിന്നെ ബാക്കി അതിന്റെ ബാലൻസ് ഉണ്ട്, ചെണ്ടി പിണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്, അതെടുത്തിട്ട് ഒരു 5-6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ വെച്ച് തിളപ്പിക്കുക. അത് മുഴുവൻ അരിച്ചെടുക്കുക. വീണ്ടും അതില് ചുമന്ന നിറം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ചുമപ്പ് നിറം മുഴുവൻ കിട്ടണം. വെള്ള നിറം ആവുന്നവരെ അത് മുഴുവൻ നമുക്ക് എടുക്കാം. അത് ഒരു 5-6 ഗ്ലാസ് വെള്ളം 1-2 തവണയിട്ട് തിളപ്പിച്ച് അതിൽ മുഴുവൻ എടുക്കാം, മാറ്റി വെക്കുക. ചെറുനാരങ്ങ 1 കിലോ, നല്ല വലുതായിരിക്കണം, ധാരാളം നീരുള്ളതായിരിക്കണം. അത് പിഴിഞ്ഞെടുത്ത് അരിച്ച് ഉണ്ടാവാൻ പാടില്ല, മാറ്റി വെച്ചേക്കുക. ഒരു ഉരുളി എടുക്കുക. അരിച്ചെടുത്ത ബീറ്റ്റൂട്ട് നീര് അടുപ്പത്ത് വെക്കുക. അതിൽ 2 കിലോ പഞ്ചസാര ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു പാനി നമ്മളിങ്ങനെ ഗുലാബ് ജാം ഒക്കെ ഉണ്ടാക്കുമ്പോല്ലേ, അവര് ചെറിയ നൂൽ പരുവത്തിൽ ഒട്ടുന്ന രീതിയിലാവുമ്പോ അത് അടുപ്പെന്ന് വാങ്ങി വെക്കുക. നല്ലോണം ഇളക്കി തണുത്ത് പച്ചവെള്ളം പോലെ ആവുമ്പോ നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങ നീര് അതില് ചേർക്കുക. വീണ്ടും നല്ലപോലെ ഇളക്കി ആറിക്കഴിഞ്ഞാൽ കുപ്പിയിൽ എടുത്തു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ 5-6 മാസം വരെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഇത് ബീറ്റ്റൂട്ട് ഉണ്ടാന്ന് പറഞ്ഞിരിക്കണേ. ബീറ്റ്റൂട്ട് അല്ലാതെ ക്യാരറ്റ്, ഇഞ്ചി, മാതള നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടും നമുക്കത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പരിഷ്കരിക്കാം. കുറച്ച് ഇഞ്ചി നീര് ചേർക്കാം, അല്ലെങ്കിൽ പുതിന ചേർക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പല രീതിയിൽ, പല കളറിൽ, പല ഫ്ലേവറിൽ നമുക്കത് ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരല്പം വെള്ളം ചേർത്ത് അത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ഡ്രിങ്ക് ആയി. നമുക്ക് എവിടെയും ഒരു മിരിണ്ടയ്ക്കോ വേറെ കുട്ടികൾ പറയുമ്പോൾ വേറെ ഒന്നും കൂടെ ഇതിൽ സോഡയും കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ വളരെ വളരെ നല്ലതായി. അപ്പൊ ഇത്രയൊക്കെ ആണ് ഞാൻ പൊതുവെ ആരോഗ്യത്തിനെ കുറിച്ച് ചുരുങ്ങിയ സമയത്തുള്ള ഏറ്റവും മിനിമം ആയിട്ട് ഞാൻ പറയാൻ ധാരാളം ഉണ്ട്. പക്ഷെ അനുവദിച്ച സമയം അതിന് തികയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്ന് ടച്ച് ചെയ്തിട്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് പറയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കേട്ടവർക്ക് നന്ദി. എന്തായാലും ഒരാൾക്ക് അയാളുടെ ആരോഗ്യം എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡൗട്ട്സിന്റെ സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹായ് ജമിനേടത്തി, വളരെ നന്നായിരുന്നു പ്രസന്റേഷൻ, വളരെ നന്നായിരുന്നു. ഒരു സംശയമുള്ളത് ഈസ്ട്രജൻ തെറാപ്പിയെ പറ്റിയിട്ടാണ്. ടീനേജേഴ്സിനും അതുപോലെ മെനോപോസ് വന്ന ലേഡീസിനും നമ്മുടെ ഭക്ഷണം വഴി എങ്ങനെ അത് ക്രമീകരിക്കാം? സാധാരണ പറയുന്നത് ഈ കുമ്പളങ്ങ അതുപോലെ സോയ, ഇത് രണ്ടും ഈസ്ട്രോജന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയാറുണ്ട്. ഈസ്ട്രോജനിൽ ഉള്ള ആ ഒരു തത്തുല്യമായ ഘടകങ്ങൾ അതിന്റെ രണ്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈസ്ട്രോജൻ തെറാപ്പി ആവശ്യമുള്ളവർ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണെന്നാ പറയുന്നത്. ശൈലജ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ.
ഓ, ഞാന് മാവേലിക്കര ശീരവള്ളിയില്ല, അമേരിക്കയിലാണ്. ഇപ്പൊ കുമ്പളങ്ങ ദിവസവും ഭക്ഷണത്തില് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുമ്പളങ്ങ നീര് ഉപയോഗിക്കാം. കുമ്പളങ്ങ നമ്മളെ ഓലൻ ഉണ്ടല്ലോ, ഓലൻ നല്ല ആൽക്കലൈൻ അല്ലേ, ആൽക്കലൈൻ ആണല്ലോ കുമ്പളങ്ങ. അതുകൊണ്ട് മാത്രമല്ല, ഈ ഈസ്ട്രജന്റെ ഈക്വൽ ഘടകങ്ങളുണ്ട് കുമ്പളങ്ങയില്, കുമ്പളങ്ങ നീരിലും ഈ സോയയിലും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. എടുത്ത് എനിക്കൊരു ഉണ്ട്. അതായത് നമ്മൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സാധനമില്ലേ, അതിന്റെ യൂസേജ് എങ്ങനെയാണ്? അതായത് നല്ലതാണോ? അതിപ്പോ പാരന്റിന് എല്ലാവരും പറയുമ്പോൾ എല്ലാം ഭയങ്കര പേടി, അത് ഉപയോഗിക്കുക, അതിനേക്കാളും തുണിയാണ് നല്ലത്. ആ മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാ അതിന്റെ യൂസേജ്? അതെങ്ങനെ കാര്യങ്ങളില്ലേ, അതെന്തായാലും നമുക്ക് വേറെ പറഞ്ഞു തരാൻ പാരന്റ്സിന് പറയാൻ പറ്റില്ലല്ലോ. ടാംപോൺസും മെൻസ്ട്രൽ കപ്പും ഒക്കെ ഈ വജനിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പോ അതിന്റെ ബ്ലഡ് പുറത്തു വരില്ല, ഇൻസൈഡ് ദ കപ്പിലിരിക്കും. പിന്നെ അത് നമ്മളത് മാറ്റി കളയോ, റീയൂസ് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടും ക്ലോത്ത് ഉപയോഗിക്കുന്നത് നല്ലതെന്ന് പറയും. കാരണം നമുക്ക് ക്ലോത്ത് ഇടയ്ക്കിടയ്ക്ക് അത് വാഷ് ചെയ്ത് നല്ലോണം ഡെറ്റോളിൽ ഉപയോഗിച്ച് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഫ്രഷ് ആയിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് പറ്റാത്തവരുണ്ട്, ഈ ടാംപോൺസ് ആയാലും അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പും ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നവരും അലർജി ഉള്ളവരുണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ അത് ഇൻസേർട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്, ഉപയോഗിക്കുന്നത് ഇന്റേണൽ ചെയ്യുന്ന, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ജംന, പറയോ? നന്നായിരുന്നു. താങ്ക് യു. സമയം കൊണ്ട് പല മേഖലകളും ടച്ച് ചെയ്തല്ലോ. അതെ, അല്ല അത്രയല്ലേ പറ്റുള്ളൂ വെച്ചു. അല്ല, ഇതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും ഭാഗങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയണം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെബിനാർ ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ളതൊന്നും അറിയില്ല. എന്നാലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആദ്യം ചൂണ്ടിക്കാണിക്കൂ, അപ്പൊ എനിക്കത് നല്ലതാണ്. പറഞ്ഞതൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് വിളിക്കാം. ഓ ശരി ശരി. ഇത് ശൈലജ, ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഇതൊരു എന്താ പറയാ, ഹാഫ് ആൻ അവറിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജംനയെടുത്തി. അപ്പോ എന്താ പറയാ, ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഒരു ടോപ്പിക് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ടീനേജേഴ്സിന്റെ കാര്യം, അപ്പൊ എങ്ങനെയാണ് അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഭക്ഷണക്രമങ്ങളും എന്തൊക്കെ മരുന്നുകളാവാം, എന്തൊക്കെ ആവാം എന്നുള്ളത്, അങ്ങനെ ഓരോ സ്റ്റേജസ്, സ്ത്രീകളുടെ ഓരോ സ്റ്റേജിനും എന്താണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതെന്ന് വിശദീകരിച്ചാൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ വരാൻ പറ്റിയാല് വളരെ നന്നായിരുന്നു. ശരിക്കും അങ്ങനെയാണ്, അപ്പോഴാണ് അതൊരു പൂർണ്ണമാവുന്നത്. കാരണം ഇപ്പൊ വളരെ ടൈം എനിക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണപ്പോ നമ്മള് വാച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഏകദേശം ഒരു ടൈമിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താണ്. അപ്പൊ അതില് ഭാഗങ്ങളിൽ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ, അതൊക്കെ എല്ലാം തന്നെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ നല്ലൊരു സജഷൻ, അങ്ങനെ ടീനേജേഴ്സിനല്ല, പ്രത്യേകിച്ച് ഇപ്പൊ വേണ്ടത് എന്താ പറയാ, സീനിയർ സിറ്റിസണിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. കാരണം അവർക്കാണ് ഒരുപാട് സഫറിങ്സ് വരുന്നത്, അവരുടെ ഫീലിങ്സ്, പ്രത്യേകിച്ചും അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടാണ് മാനസികാരോഗ്യം. തീർച്ചയായിട്ടും. കാരണം എന്ത് അസുഖം ആദ്യം വരുന്നത് മനസ്സിലാ, പിന്നെ അത് ശരീരത്തിലേക്ക് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആദ്യം മനസ്സിനാണ് എപ്പോഴും. എല്ലാവരും ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഒറ്റപ്പെടലും പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്. അപ്പൊ അതൊക്കെ മാനസികാരോഗ്യം വലിയൊരു വൈഡ് സബ്ജക്റ്റ് ആണത്. തീർച്ചയായിട്ടും നല്ല സജഷൻ. ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും, ഉണ്ട് വേറെ ആൾക്കാരും ഉണ്ട് ക്ലാസ്. ഞങ്ങൾക്കൊരു ടീമുണ്ട്, പ്രണീത. അപ്പൊ അതില് പല ടോപ്പിക്സ് ആണല്ലോ. അപ്പൊ ആ ഓരോ ടോപ്പിക്സിനും ഓരോരുത്തരായിട്ടും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നല്ല സജഷൻ. താങ്ക് യു.
അതുപോലെ ഇപ്പോ പെൺകുട്ടികളുടെ കാര്യം, ഇപ്പം മെൻസസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഇപ്പൊ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് വരികയല്ലേ, പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങൾ. ഇപ്പൊ മെൻസ്ട്രൽ കപ്പിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളും എന്താ പറയാ ഓപ്പൺ ഫോറത്തിൽ പറയാൻ പലർക്കും മടിയുണ്ടാവും. അപ്പോ അത് പറഞ്ഞ് ഇതുപോലെ ഒരു പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അത് പ്രയോജനം ഉണ്ടാവും. അപ്പൊ അത് നന്നായി. ശരി, ജമുന ശ്രീകല. നമസ്കാരം. ഞാൻ മറ്റുള്ളവർക്കും കൂടെ വേണ്ടി പറയുന്നത്, ഞാൻ കിരന്തട്ടയിലെ മകളാണ്. നീലമന. മറ്റുള്ളവർക്കും കൂടെ വേണ്ടിട്ടാ പറയുന്നത്, ജമുനക്ക് തന്നെ അറിയാം. എന്നെ വെളിയിച്ചിരിക്കുന്ന നീലമനയിലേക്ക്. ഞാൻ ഹൈദരാബാദിലാണ്. ജമുന വളരെ നല്ല സെഷനായിരുന്നു, ഒരുപാട് നന്നായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ്. ഞാൻ പറയുന്നു പ്രണീതയെ കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് ഉത്സാഹിപ്പിക്കുക. പ്രണീത അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണത്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും കുറച്ചൊക്കെ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് ഒഫീഷ്യലാക്കി കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം ഇങ്ങനെ ആകാമല്ലോ, ഈ രീതിയിലും ആകാമല്ലോ, ഈ രീതിയിലും ആകാം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്കൊരു സെഷൻ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അങ്ങനെ ആയിരിക്കും. അതെ. എനിവേ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഞാൻ പ്രഭ, പാതാക്കിരയാണ്. നമസ്കാരം. പാതാക്കിരയാണ്, തിരൂര്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണീത എന്താ ചെയ്യണം, എന്താ പറ്റിയ? നമുക്ക് അകലിരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കാണാനും ഇതിനും പറ്റും. കുട്ടികളെ അല്ലെങ്കിൽ പാരന്റ്സിനും ആ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഇഷ്ടമില്ലാത്ത പാരന്റ്സ് വരെ ആവുകയാണ് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൂടി വല്ലാത്തൊരു ടെൻഷനാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് പാരന്റിങ് വളരെ അത്യാവശ്യമാണ്. പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ അച്ഛനമ്മമാര് പറഞ്ഞ കുട്ടികൾ കേൾക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കുറെ മാറി. കാരണം അവർക്ക് ടീച്ചേഴ്സിന്റെ ഒന്നും അല്ലാതെ അവനവന്റെ പിയർ ഗ്രൂപ്പോ സമപ്രായക്കാരെയൊന്നും, അതും അല്ലാതെ ഇപ്പൊ TV അതുപോലെ മൊബൈൽ മീഡിയാസും പല ശരിയല്ലാത്തതും നമുക്ക് അതിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിലാണ്. അപ്പൊ പിന്നെ അവര് അതിന്റെ ഇടയിലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അവരുടെ ഇതിലേക്ക് പോണതിനെ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ കൂടി പറ്റാത്തൊരിതായി. അതാണ് അവിടെ പാരന്റിങ് ആവശ്യമാണ്, കുട്ടികൾക്കും ആവശ്യമാണ് ക്ലാസ്സുകള്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ധാരാളം കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ഈ കൗമാര പ്രായക്കാർക്ക് എടുക്കുമായിരുന്നു. അതുപോലെ പാരന്റിങ് അച്ഛനമ്മമാർക്കുള്ളത്, ഇങ്ങനെ കുറെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഓൺലൈൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ക്ലാസ്സുകൾ? ഓൺലൈൻ ഞങ്ങൾ ഇതുവരെ തുടങ്ങിയില്ല. കാരണം ഇപ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഈ മീറ്റിങ്ങിന്, ഈ വെബിനാർ ഞാൻ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഈ അന്തർജനം ഗ്രൂപ്പ്, എനിക്ക് എന്തായാലും അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ലൊരു സംരംഭമാണ്. അപ്പൊ നമുക്ക് അടുത്ത് വരാനുള്ള ദൂരെ ഇരുന്നാണെങ്കിലും ഇപ്പോ അബ്രോഡ് നിന്ന് പോലും വിളിച്ചു, ഹൈദരാബാദ് നിന്ന് വിളിച്ചു, അതൊക്കെ അവരെല്ലാം ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കേൾക്കുന്ന പോലെ നമുക്കതെല്ലാം കേൾക്കാൻ കഴിയണമെന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഇത് സംഘാടകരോട് പറയാം. അങ്ങനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. സപ്താഹങ്ങളും യോഗ ക്ലാസ്സുകളും ഒക്കെ ഓൺലൈൻ ആയ കാരണം ഞങ്ങൾ പ്രായമായവർക്കും എനിക്ക് അപ്പൊ പുറത്തേക്ക് പോലും അത്ര പറ്റാത്തൊരു സന്ദർഭത്തിലെ സാഹചര്യത്തില് വളരെ ഒരു ഉപകാരമാണ് ഈ ഓൺലൈൻ. അതെ അതെ അതെ, അതും നമുക്ക് കൊറോണ തന്ന അനുഗ്രഹല്ലേ. അതെ അതെ അതെ, ഒരു സംശയമില്ല. കുറെ ഉപകാരങ്ങളും കിട്ടിയിട്ടുണ്ട്, കുറെ ഉപദ്രവങ്ങളും കിട്ടിയിട്ടുണ്ട്. അതെ അതെ. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മളിപ്പം എന്താ മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഇതൊന്നും ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ ഇനിയിപ്പം നമുക്ക് അധികം അവഗണിക്കാൻ പറ്റില്ല.
ഇതൊക്കെ വേണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. പക്ഷെ ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളോട് ഇതിന്റെ സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക വേണ്ടത്. ഇതിന്റെ ശരിയായ യൂസിനെ പറ്റി ഒരു സെൽഫ് അവയർനെസ്സെ പറ്റിയുള്ളത് അവരുടെ കയ്യിൽ നിന്ന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ പോകുന്ന പോലെ ആയിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് അവരുടെ നിന്ന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ശരിയുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേൾഡുമായിട്ട് ടച്ച് ആയിട്ടിരിക്കണ്ടേ, അത് പറ്റില്ലല്ലോ അല്ലെങ്കിൽ. അപ്പം എങ്ങനെയാണ് അത് ശരിക്കും ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അതൊരു സെൽഫ് അവയർനെസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ ആണ് അവർക്ക് ആവശ്യം. അതെ, അത് നിങ്ങളെ പോലുള്ള ടീച്ചേഴ്സിനൊക്കെ അതിന് വലിയ റോൾ ഉണ്ടല്ലേ. നമ്മള് അതെ, അത് അങ്ങനെ ഒരു ഇതാണ് നമുക്ക് വേണ്ടതെന്ന് തോന്നുന്നു എനിക്ക്. അതെ, അതും ഇതിലൊക്കെ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നമുക്ക് ഇതിന്റെ സംഘാടകരോട് ചോദിക്കാം. അല്ല, പ്രയോജനപ്രദമായിട്ടുള്ള അനവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഓരോന്നായിട്ട് പല തവണയായിട്ട് കുറേശ്ശെ ഇപ്പൊ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ മാത്രം അന്തർജനങ്ങളെല്ലാം നമ്പൂതിരിമാര് മാത്രമാണ് പുറകിൽ നിൽക്കണേ. മറ്റുള്ള സമുദായങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മളും പുറകോട്ട് പോകേണ്ടവരല്ല, മുന്നോട്ട് പോകേണ്ടവർ തന്നെ. അപ്പൊ നമുക്ക് അറിയില്ലാത്തവരുണ്ടാവും, മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാവും, ഇതുപോലെ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ അറിയില്ലാത്തവരുണ്ടാവും. അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി എല്ലാവരെയും ഒപ്പം കൊണ്ടുപോവാ, അതല്ലേ വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഒരുമിച്ച് മുന്നേറുക. അപ്പൊ അതിനുള്ള ഒരു സംരംഭമായി തീരട്ടെ. ഇതിനെ പറ്റി അവയർനെസ് അറിയാവുന്നവര്, ചെയ്യാൻ അറിയുന്നവര് പലരും കാണും ഇതിന്റെ കൂട്ടത്തിൽ. ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ഈ കേട്ടുള്ളവരും വളരെ ശരിയാ. അപ്പൊ ഈ ക്ലാസ് കേട്ടവർക്കും തന്നെ അവരറിയാവുന്ന പലരും ഉണ്ടാവും. അങ്ങനെ ക്ലാസ് എടുക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാനും കഴിയുന്ന ആൾക്കാരെ കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി അത്തരം ക്ലാസ്സുകളോടും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്തായാലും വളരെ നല്ല അഭിപ്രായം. നന്ദി ചേച്ചി. നമുക്ക് ക്ലാസ് എന്തോ ക്ലാസ് ഇനി ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ വൈൻഡ് ചെയ്യാറായെങ്കിൽ വൈൻഡ് ചെയ്യാം. എങ്ങനെയാണ്? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അടുത്തയോട് നന്ദിയാക്കുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്ലാസ് തന്നതിന്. അത് അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ അഖില കേരള തമിഴ് സമാജം പല പരിപാടികളും നടത്തുന്നുണ്ട്. അപ്പൊ പോസ്റ്ററുകൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ടൈമിൽ ഗ്രൂപ്പിലേക്ക് പോസ്റ്റർ ഇടുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് ആ ദിവസത്തിന്റെ തലേന്ന് അല്ലെങ്കിൽ ആ ദിവസം പരിപാടി നടക്കുന്നതിന്റെ രാവിലെയോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമാണ് ചോദിക്കണം, ലിങ്ക് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പരിപാടിയുടെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിരിക്കും. അല്ലാതെ പരിപാടി ഒറ്റ സമയത്ത് ചോദിച്ചാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രോഗ്രാമിന്റെ തിരക്കായിരിക്കും, നമ്മുടെ ടെൻഷനായിരിക്കും. അപ്പൊ നമുക്ക് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏകദേശം നമ്മുടെ ഗ്രൂപ്പുണ്ട്, വിചാരസത്വം എന്നിട്ടുള്ള ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ആ ഗ്രൂപ്പിൽ ഏകദേശം നമ്മൾ അഖില കേരള തമിഴ് നടത്തുന്ന എല്ലാ പരിപാടിയുടെ ലിങ്കും ആ ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഇതിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടാൽ അവരെ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട, പാർട്ടിസിപ്പേഷൻ വേണ്ട പക്ഷാണെങ്കിൽ ഈ ക്ലാസിന്റെ ലിങ്ക് ഏതൊന്നും ചോദിച്ചാൽ ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോ ഇതുവരെ എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത് സംഘാടകരെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഇത്തരം സംരംഭങ്ങൾ വളരെ നന്നാവട്ടെ. നമ്മുടെ അന്തർജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം ശക്തിയോടെ നല്ല മുന്നോട്ട് പോകട്ടെ. നല്ല സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.